എല്ലാമായ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ സതീഷ്, ശ്രീ ലക്ഷ്മണൻ, ഈ കോളിൽ പങ്കെടുക്കുന്ന സഹോദരന്മാര് എല്ലാവർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സത്സംഗം തുടങ്ങാൻ ഭഗവാനോട് അനുവാദവും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിലേക്കുള്ള ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണത്രേ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഏതിനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി, നമ്മൾ ഏത് കാര്യത്തിനാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? ആ മുൻഗണന കൊടുത്തിരിക്കുന്നത് ഭഗവാനാണെങ്കിൽ, സ്വാമിയാണെങ്കിൽ നമ്മുടെ യാത്ര വിജയകരമായിരിക്കും. സ്വാമിയല്ല വേറെന്തെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഭഗവാന്റെ കോളേജില് പോസ്റ്റ് ഗ്രാജുവേഷന് PGക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കുറച്ചു കാലം മുമ്പ്, പിന്നീട് അദ്ദേഹം ഹോസ്റ്റലിലെ വാർഡനായി, നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉള്ളതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ദർശനം സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് വൈകുന്നേരം ദർശനത്തിന് പോകണ്ട. വൈകുന്നേരം ആ സ്റ്റുഡന്റ് ദർശനത്തിന് പോയില്ല. വാർഡൻ സാർ അറിഞ്ഞു. വാർഡൻ സാർ വിളിച്ച് വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസം സ്വാമി ഈ വിദ്യാർത്ഥിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. സ്റ്റുഡന്റ് പറഞ്ഞു, സ്വാമി, ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉള്ളത് കൊണ്ട് അത് പഠിക്കാനായിട്ട് ഞാൻ ഇരുന്നു, ഞാൻ ദർശനത്തിന് വന്നില്ല സ്വാമി എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം, എന്തോ വീഡിയോ പോയി, ഒരു മിനിറ്റ്. ടെസ്റ്റ് പേപ്പർ ഉള്ളത് കൊണ്ട് ഞാൻ ദർശനത്തിന് വന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, സ്വാമിക്കാണോ പ്രാധാന്യം, ടെസ്റ്റിനാണോ പ്രാധാന്യം ചോദിച്ചു. സ്വാമിയുടെ ദർശനത്തിനാണോ പ്രാധാന്യം, അതോ ടെസ്റ്റിനാണോ പ്രാധാന്യം? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ലൈഫില് ആർക്കാണ്, എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സർ മ്യൂട്ടഡ് ആണ്. ഭഗവാൻ പറയാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്? പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോഴാണ് പ്രാർത്ഥിക്കാറ്. കഠിനമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ കഠിനമായിട്ട് പ്രാർത്ഥിക്കും. ഭഗവാൻ പറയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറിന്റെ സ്റ്റെപ്പിനി ടയർ പോലെയല്ല. നമുക്കറിയാം, സ്റ്റെപ്പിനി ടയർ, സ്പെയർ വീല്, ടയർ പഞ്ചറായാലൊക്കെയാണ് മാറ്റി വയ്ക്കുക. സ്വാമി പറയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിന്റെ സ്പെയർ വീല് പോലെയല്ല, നിന്റെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീല് പോലെയാണ്. നമുക്കറിയാം, സ്റ്റിയറിംഗ് വീലാണ് ഓരോ സ്ഥലത്തേക്ക് തിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. എവിടെ പോണ്ടേന്ന് നമ്മളെ സഹായിക്കുന്ന ഈ സ്റ്റിയറിംഗ് വീലാണ്.
അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് പ്രാർത്ഥന സ്റ്റെപ്പിനി ടയർ പോലെയല്ല, സ്റ്റിയറിംഗ് വീല് പോലെയാണെന്ന് പറയാനുള്ള കാരണവും. ഒരു ദിവസം ഭഗവാൻ ദർശനത്തിന് വന്ന സമയം ലേഡി സൈഡിൽ ദർശനത്തിന് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെയാണ് പ്രൈമറി സ്കൂളിലെ കുട്ടികൾ അവിടെയാണ് ലേഡി സൈഡിലാണ് ഇരിക്കുക. ആ ലേഡീസിന് ദർശനം കൊടുത്ത ഭഗവാൻ ഈ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ അടുത്ത് വന്നു. ഒരു കുട്ടി മുട്ടുമ്പോൾ നിന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. സ്വാമിക്ക് ബംഗാരു നിനക്ക് എന്താ വേണ്ടത്? കുട്ടി വലിയൊരു കാര്യമാണ്, സ്വാമി എനിക്ക് വിശ്വരൂപ ദർശനം കാണണം, ഭഗവാന്റെ വിശ്വരൂപ ദർശനം. സ്വാമി പറഞ്ഞു, ബംഗാരു ഈ സായി കുൽവന്ത് ഹാളിൽ 10,000-കണക്കിന് ആൾക്കാരിൽ ഇരിക്കുന്നുണ്ട്. ഈ 10,000-കണക്കിന് ആളുകളിൽ സ്വാമിയെ കാണലാണ് വിശ്വരൂപ ദർശനം. എത്ര ഗംഭീരമായിട്ടാണ് സ്വാമി പറഞ്ഞത്. ഇപ്പൊ സ്വാമിയുടെ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരിലും എപ്പോഴാണോ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് ഓരോരുത്തരെയും സ്വാമിയായി കണ്ട് അത് തന്നെയാണ് അത്ര വിശ്വരൂപ ദർശനവും. എന്താണ് ഭഗവാന് വേണ്ട? സ്വാമി ഇപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. സ്വാമിക്ക് വേണ്ടത് നമ്മുടെ പരിവർത്തനമാണ്, നമ്മുടെ ട്രാൻസ്ഫർമേഷനാണ് സ്വാമിക്ക് വേണ്ടത്. മകരസംക്രാന്തി ഡേ ജാനുവരി 14, 2004 സ്വാമി ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചു. മകരസംക്രാന്തി ഡേ നമുക്കറിയാം, അന്നാണ് സ്പോർട്സ് കഴിഞ്ഞിട്ട് സമ്മാനമൊക്കെ കൊടുക്കുക. അന്നാണ് സ്വാമി ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഇന്ന് നിനക്ക് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ വിദ്യാർത്ഥി പറഞ്ഞു, സ്വാമി പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം. സ്വാമിക്ക് സംക്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് പറഞ്ഞു, സ്വാമി സംക്രാന്തി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റമാണ്, പരിവർത്തനമാണ്. ഭഗവാൻ പറഞ്ഞു, പരിവർത്തനത്തിനെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പരിവർത്തനത്തിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. നമ്മുടെയൊക്കെ പരിവർത്തനമാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അന്ന് ഭഗവാൻ പറഞ്ഞൊരു വാചകമുണ്ട്, വേദം ചൊല്ലിയത് കൊണ്ട് വലിയൊരു സന്ദേശമാണത്. വേദം ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല, വേദത്തിൽ പറയുന്നത് പോലെ ജീവിക്കണം. വേദം ചൊല്ലിയാൽ മാത്രം പോരാ, വേദത്തിൽ പറയുന്നത് പോലെ ജീവിക്കണം എന്നുള്ള സന്ദേശവും ആ മകരസംക്രാന്തി ഡേയിലാണ് സ്വാമി ഒരിക്കൽ കൂടെ നമുക്ക് നൽകിയത്. ഭഗവാൻ സ്റ്റുഡൻസിന്റെ കൂടെ ഇരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പോയിന്റ് ചർച്ചയ്ക്ക് വന്നു. സ്വാമി നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണോ അതോ ഭഗവാൻ തരുന്ന എക്സ്പീരിയൻസുകളാണോ ആദ്യം വേണ്ടത്? ഫെയ്ത്ത് ആണോ വേണ്ടത്, എക്സ്പീരിയൻസ് ആണോ വേണ്ടത്? കുട്ടികൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവസാനം ഭഗവാൻ പറഞ്ഞു, വിശ്വാസമുള്ള ആൾക്കാണ് എക്സ്പീരിയൻസ് കിട്ടുക. ആദ്യം വേണ്ടത് വിശ്വാസമാണ്, ഫെയ്ത്ത് ആണ് ആദ്യം വേണ്ടത്. ഫെയ്ത്തിന്റെ പുറകെ എക്സ്പീരിയൻസ് വല്ല. അതിന് സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു. ബാങ്കിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ ആദ്യം ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ, അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അതുപോലെയാണ് അത്രയും. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം വിശ്വാസം. അതിൽ നിന്നാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ലളിതമായ ഗംഭീരമായ ഒരു ഉദാഹരണം സ്വാമി പറയുന്നുണ്ട് ഇവിടെ. എങ്ങനെയാ സ്വാമിയെ കിട്ടുക എന്നുള്ള ചോദ്യത്തിന് എങ്ങനെയാ ഭഗവാന്റേതായിട്ട് മാറുക, എങ്ങനെയാ ഭഗവാൻ നമ്മളുടേതായിട്ട് മാറുക? സ്വാമി പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ട്. ഒരു സാരി ഷോപ്പിൽ പോയി, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ബനാറസി സിൽക്ക് സാരി 5 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്യുന്ന പിശങ്ങുന്നത് എത്ര വിഡ്ഢിത്തമാണ് സ്വാമി ചോദിക്കുക. 5,000 രൂപയുടെ സാരി, 10,000 രൂപയുടെ സാരി 5 രൂപയ്ക്ക് തരൂന്ന് ചോദിക്കുന്നത് എന്ത് വിഡ്ഢിത്തമാണെന്ന് അതുപോലെ സ്വാമി പറയുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ 5 രൂപ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ സ്വാമിക്കിന്റെ മുമ്പിൽ വെച്ച്
സ്വാമി എൻ്റേതാവോ എന്ന് ചോദിക്കുന്നത് ഇതുപോലെയാണ് അത്രേ. ഇപ്പൊ ഭഗവാനുമായിട്ടുള്ള ആ ട്രേഡ് ഭഗവാനെ കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വാമിക്ക് കൊടുത്താൽ പോരാ, വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. കാരണം ചെറിയ കാര്യങ്ങളാണ് കൊടുക്കുന്നെങ്കിൽ അത് ഈ ബനാറസ് സാരി, സിൽക്ക് സാരി 5 രൂപയ്ക്ക് തരൂ എന്ന് ചോദിക്കുന്ന പോലെയാണ് അത്രേ. ഭഗവാനോട് ഒരിക്കൽ ചോദിക്കേണ്ടായി കുറച്ച് പേര്, സ്വാമി എന്താണ് ഞങ്ങൾ സ്വാമിക്ക് വേണ്ടി ചെയ്യേണ്ടത്? സ്വാമി പറഞ്ഞു സ്വാമിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. നത്തിങ് എന്ന് പറഞ്ഞു സ്വാമി. നിങ്ങൾ ആരും സ്വാമിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട, കാരണം ഭഗവാൻ ഒന്നും ചെയ്യേണ്ട, എല്ലാം ചെയ്യുന്നത് സ്വാമിയാണ്. ഭഗവാൻ പറഞ്ഞു ഈ കിട്ടിയ അവസരം സ്വയം പരിശുദ്ധരാകാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത്. സ്വാമിക്ക് എന്തെങ്കിലും ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിനെ സാങ്ക്ടിഫൈ ചെയ്യണം, ജീവിതത്തിനെ പരിശുദ്ധമാക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് സ്വാമി, സാധകന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് സ്വാമി മറുപടി പറയുന്നുണ്ട്. പുട്ടപർത്തിയിലെ രണ്ട് ഡിവോട്ടീസ് വന്നു. നന്നായിട്ട് സാധന ചെയ്യുന്ന 2 പേര്. സ്വാമി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് സാധന ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷെ സാധന മാത്രം പോരാ. സാധനയേക്കാൾ അതുപോലെ പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട്, സെൽഫ് അനാലിസിസ്. സാധന ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ സ്വയം അവലോകനം ചെയ്യണം. എന്താണ് അവലോകനം ചെയ്യണം? സ്വാമി പറയാണ്, ഈ ഞാൻ ഇപ്പൊ എവിടെ എത്തി, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നേ നമുക്കറിയില്ല. സ്വാമി പറയാണ്, സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോഴാണത്രേ, സെൽഫ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാവും, എവിടെ പ്രോബ്ലംസ് വന്നതെന്ന് മനസ്സിലാവും. നമ്മുടെ യാത്ര സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഒരു സാധകൻ എന്തെല്ലാമാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ കാസർഗോഡ് വരികയാണെങ്കിൽ, ഞാൻ ഡ്രൈവ് ചെയ്താണ് വരുന്നതെങ്കിൽ ഞാൻ നോക്കും എവിടെ എത്തി നോക്കും. കുന്നംകുളമായി. കുന്നംകുളം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പായി മലപ്പുറം ജില്ലയിലേക്ക് കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് കിടക്കും. പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് കിടക്കും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി എവിടെ എത്തി നമ്മൾ നോക്കും. സ്വാമി അതാണ് സെൽഫ് അനാലിസിസ്. ഞാൻ എവിടെ എത്തി സ്വാമിയുടെ യാത്ര, സ്വാമിയിലേക്കുള്ള യാത്രയിൽ എന്റെ സാധന എവിടെ എത്തി, സ്വാമി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത്? സ്വാമി പറയുകയാണ്, വാട്ട് ഐ തിങ്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അവലോകനം ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് സ്വാമിക്ക് ഇഷ്ടാവോ, ഞാൻ ചിന്തിക്കുന്നത് ഭഗവാൻ ഇഷ്ടാവോ എന്നുള്ള ചിന്തയാണ് ആദ്യം വേണ്ടത്. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? 2, എന്താണ് ഞാൻ സംസാരിക്കുന്നത്? എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? 2ാമത്, എന്താണ് ഞാൻ സംസാരിക്കുന്നത്? 3ാമത്, ഞാൻ സംസാരിക്കുന്നത് ഭഗവാൻ പറഞ്ഞ പോലെയാണോ, സ്വാമിക്ക് ഇഷ്ടമുള്ള പോലെയാണോ ഞാൻ സംസാരിക്കുന്നത്? 3ാമത്, ഞാൻ എന്താണ് ഭക്ഷിക്കുന്നത്? സാത്വികമായ ആഹാരമാണോ, ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്? 4ാമത്, ഞാൻ എത്രത്തോളം സംസാരിക്കുന്നുണ്ട്? ഞാൻ ഹൗ മച്ച് ഐ ടോക്ക്, അനാവശ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടോ? ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയാറില്ലേ, ഞാൻ എന്താണ് കേൾക്കുന്നത്? ഞാൻ കേൾക്കുന്നത് സ്വാമിയുടെ പ്രഭാഷണമാണോ, ഞാൻ കേൾക്കുന്നത് വേറൊരാളെ കുറിച്ചുള്ള കുറ്റമാണോ? ഈ 5 കാര്യങ്ങളാണത്രേ നമ്മളെ സാധകൻ എന്നുള്ള നിലയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. എവിടെ എത്തി നോക്കണം. ഒന്നും കൂടി പറയാം, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ചിന്തകൾ സ്വാമി അപ്രൂവ് ചെയ്യുന്നതാണോ? ഞാൻ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ എന്താണ് സംസാരിക്കുന്നത്? അത് ഭഗവാൻ ഇഷ്ടമുള്ള പോലെയാണോ? ഞാൻ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്? സാത്വികമായ ആഹാരമാണോ? അത് ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ആഹാരമാണോ? ഞാൻ അനാവശ്യമായിട്ട് ഞാൻ നിശബ്ദത പാലിക്കുന്നില്ലേ?
ഞാൻ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ആവശ്യത്തിലധികം ഞാൻ സംസാരിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നത്? നല്ല കാര്യങ്ങളാണോ എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കേൾക്കുന്നത്, അതോ നെഗറ്റീവായ കാര്യങ്ങളോ? ഈ 5 കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴാണത്രേ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയോ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ യാത്ര കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അടുത്തൊരു സമയത്ത് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഭഗവാൻ നമ്മൾ എന്തിനാണ് സേവനം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. പലർക്ക് സംശയമുണ്ട്, നാമം ജപിച്ചാൽ മാത്രം പോരെ, എന്തിനാണ് സേവനം ചെയ്യുന്നത്? സ്വാമി പറയാണ്, ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ പോകുന്നത് ഒരു പക്ഷേ പ്രയാസമായിരിക്കും പലർക്കും. വേൾഡിലായ കാര്യങ്ങൾ ഡിറ്റാച്ച് ചെയ്ത് ഈശ്വരനോട് പരിപൂർണമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പലർക്കും ഒരു പക്ഷേ പ്രയാസമായിരിക്കും. സ്വാമി പറയാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി. തുടക്കം എന്നുള്ള നിലയിലെ പവിത്ര കർമ്മം ചെയ്താൽ മതി. പവിത്ര കർമ്മം, ആ വാക്കാ സ്വാമി ഉപയോഗിച്ചത്. പവിത്ര കർമ്മം. എന്താ പവിത്ര കർമ്മം എന്നറിയോ? ഇപ്പൊ ഞാൻ അധ്യാപകനാണ്, ലക്ഷ്മണൻ അധ്യാപകനാണ്, സതീഷ് അധ്യാപകനാണ്. സ്വാമി പറയാണ്, അധ്യാപകനാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകനാകുക. ഡോക്ടറാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് സേവനം ചെയ്യുന്ന ഡോക്ടറാകുക. ഏറ്റവും നന്നായിട്ട് കുട്ടികളെ സ്നേഹിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനാകുക. ഇതാണ് അത്ര പവിത്ര കർമ്മം. ഇപ്പൊ ഞാൻ ചെയ്യേണ്ട ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യലാണ് ഈശ്വരനിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പെട്ടെന്നൊരു പക്ഷേ വേൾഡിലായ കാര്യങ്ങളിൽ നിന്ന് സ്പിരിച്വലായ കാര്യങ്ങൾക്ക് തിരിയാൻ പറ്റില്ലെങ്കിൽ ഭഗവാൻ പറയുന്നു, ഇവിടെയാണ് തുടക്കമായിട്ട് നമ്മൾ കാണേണ്ടത്. അടുത്തൊരു ചോദ്യത്തിന് സ്വാമി മറുപടി പറയുകയാണ്. നമ്മള് വ്യാഴാഴ്ച ഭജനയുണ്ട്, വേറെ ദിവസം നമ്മുടെ വീട്ടിലെ ഹൗസ് ഭജന ഉണ്ടാവും. നമ്മൾ സ്വാമിക്ക് പ്രസാദം നൈവേദ്യം വെക്കാറുണ്ട്. സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എനിക്ക് തരുന്ന സാധനങ്ങള് നിന്റെ ഇഷ്ടത്തിനാണോ എൻ്റെ ഇഷ്ടത്തിനാണോ? വളരെ വളരെ വലിയൊരു ചോദ്യമാണത്. ഞാനിപ്പോ പായസം ഉണ്ടാക്കി സ്വാമിക്ക് വെക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള പായസം ഞാൻ ഉണ്ടാക്കി, കാരണം എനിക്കത് കഴിഞ്ഞ് കഴിക്കാലോ. അതാണ് സ്വാമി, നീ എൻ്റെ മുമ്പിൽ വെക്കുന്ന നൈവേദ്യം എൻ്റെ പ്രിയപ്പെട്ടതാണോ നിനക്ക് പ്രിയപ്പെട്ടതാണോ സ്വാമി ചോദിക്കുന്നുണ്ട്. ഭഗവാൻ പറയാണ്, നീ തരുന്ന ഓരോ നൈവേദ്യവും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കണം, സ്വാമിക്ക് പ്രിയപ്പെട്ടതായിരിക്കണം, സ്വാമിക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. നമ്മൾ ഒരാൾക്ക് ബർത്ത്ഡേ പ്രസന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആരോട് ചോദിക്കുക, എന്തെന്ന് കുട്ടികളാണെങ്കിൽ ചോദിക്കുക, മോനെ എന്ത് പ്രസന്റ് ആണ് വേണ്ടത്? കാരണം നമുക്ക് നിർബന്ധമാണ് കുട്ടിക്ക് ഇഷ്ടമുള്ള പ്രസന്റ് കൊടുക്കണം. ഇതാ സ്വാമി പറയുന്നത്. സ്വാമിക്ക് നൈവേദ്യം കൊടുക്കുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള നൈവേദ്യമായിരിക്കണം. സ്വാമി എന്താണ് സ്വാമിക്ക് ഇഷ്ടമുള്ള നൈവേദ്യം എന്ന് സ്വാമി പറയുന്നുണ്ട്. നേഴ്സിംഗ്, സെർവിങ്, സേവിങ്, 3 വാക്കുകളാണ് സ്വാമി പറഞ്ഞത്. നേഴ്സിംഗ്, നമ്മുടെ സഹായം ആവശ്യമുള്ളവര്, അസുഖമായി കിടക്കുന്നവര്, വേദനയിൽ കിടക്കുന്നവര്. വയനാടുള്ള ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആരൊക്കെയാണോ വേദനിക്കുന്നത്? ഹോസ്പിറ്റലിലുള്ളവര്, അവരെ നേഴ്സ് ചെയ്യുക, ശുശ്രൂഷിക്കുക, പ്രായമായവരെ നേഴ്സ് ചെയ്യും. ഭഗവാൻ ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങളിൽ ഒന്ന് നേഴ്സിംഗ് ആണ്. 2 സർവിങ് ആണ്. മാക്സിമം ആളുകൾക്ക് സേവനം ചെയ്യുക, സർവിങ് ആണ്. 3 സേവിങ് ആണ്, രക്ഷിക്കലാണ്. വയനാട് മണ്ണിന്റെ അടിയിലൊക്കെ പോയി എന്ന് പറയുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരന്മാരാണ്. സ്വാമിക്ക് ഇഷ്ടമുള്ള നൈവേദ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമി പറഞ്ഞ പോയിന്റ് ഇതാണ്. നിങ്ങൾ എനിക്ക് സമ്മാനം തരുമ്പോൾ, നൈവേദ്യം വെക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളതാണോ വെക്കുന്നത്, അതോ എനിക്കിഷ്ടമുള്ളതാണോ? ഭഗവാൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളത് വെക്കാനാണ് നല്ലത്. സ്വാമിക്ക് കൂടുതൽ സന്തോഷമാവും. ഭഗവാന്റെ 3 കാര്യങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ടത്.
ഒന്ന് മറ്റുള്ളവരെ ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ കൊടുക്കല്. രണ്ട്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യല്. അത് ഒരു വാക്കും കൂടി സ്വാമി പറഞ്ഞു, മറ്റുള്ളവരെ സേവ് ചെയ്യൽ. ആരായി മറ്റുള്ള സ്വാമി പറയാണ്? മൈ ചിൽഡ്രൻ, എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സർവ്വ ചരാചരങ്ങളും ഭഗവാന്റെ മക്കളാണ്. സർവ്വ ചരാചരങ്ങളും സ്വാമി പറയാണ് എന്റെ മക്കളെ നേഴ്സ് ചെയ്യുക, സേവ് ചെയ്യുക, സെർവ് ചെയ്യുക. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട നൈവേദ്യം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പൊതുവെ നമ്മളെല്ലാവരും ഡെയിലി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനാ സമയമൊക്കെ ഉണ്ട്. കൃത്യസമയത്ത് നമ്മൾ ഓങ്കാര സുപ്രഭാതം, ബാക്കിയുള്ള അർച്ചനകൾ ഇതെല്ലാം ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും. സ്വാമി വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വാമി ചോദിക്കാണ്, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയുടെ ഗുണനിലവാരം കൂട്ടണം. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണമൊക്കെ നമുക്കറിയാം. ഇവിടെ ഭഗവാൻ വേറൊന്നാ ഉദ്ദേശിക്കുന്നത്, വേറൊന്നാ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാർത്ഥനയുടെ ക്വാളിറ്റി കൂട്ടണം സ്വാമി പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ക്വാളിറ്റി കൂട്ടണം. ഈ പ്രാർത്ഥനയുടെ ക്വാളിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ നീ ചോദിക്കുന്നത് അതിന്റെ ക്വാളിറ്റി കൂട്ടണം, അതാണ് അർത്ഥം. സ്വാമി പറയുകയാണ്, എന്താണോ നീ എന്നോട് ആവശ്യപ്പെടുന്നത് അതിന്റെ മൂല്യം കൂട്ടണം. ഒറ്റ ഉദാഹരണം, സ്വാമി ഈ ഉരുൾപൊട്ടലിലോ നീ ആരും കഷ്ടപ്പെടല്ലേ സ്വാമി എന്ന് പറയാണ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവല്ലേ സ്വാമി, ആരുടെയും ജീവൻ നഷ്ടാവല്ലേ സ്വാമി. അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം തട്ടിപ്പറിച്ചു പോയ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ സംഭവമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പറയാൻ, സ്വാമി ഇനി ആർക്കും ഒരു അമ്മയ്ക്ക് വേദന ഉണ്ടാവല്ലേ സ്വാമി. തിരിച്ചു ഞാൻ പറയാണ്, സ്വാമി ആലുവയിൽ വെള്ളം വരല്ലേട്ടോ സ്വാമി. രണ്ടും പ്രാർത്ഥനയാണ്. ആലുവയിൽ വെള്ളം വരല്ലേ എന്നുള്ള പ്രാർത്ഥന സ്വാർത്ഥതയാണ്. സ്വാമി ആർക്കും ഇതിന് വേദന കൊടുക്കല്ലേ എന്ന് ഞാൻ ഭഗവാനോട് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം കൂടി. ഭഗവാൻ പറഞ്ഞത് ഇതാണ്. സ്വാമി പറയുകയാണ്, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഓരോ ദിവസം കഴിയും തോറും പ്രാർത്ഥനയുടെ ക്വാളിറ്റി കൂട്ടണം, ഗുണനിലവാരം കൂട്ടാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് സ്വാമി ചോദിച്ചത്, ആരെങ്കിലും കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് പോയിട്ട് കാപ്പിപ്പൊടി ചോദിക്കാറുണ്ടോ? കൽപ്പവൃക്ഷം എന്ത് ചോദിച്ചാലും തരുന്ന കൽപ്പവൃക്ഷം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി വേണമെന്ന് ആരെങ്കിലും, ഇതാണ് സ്വാമി ചോദിച്ചത്. ഭഗവാനോട് എന്ത് ചോദിക്കണം, അതാണ് പ്രാർത്ഥനയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കൽ. ഒരു ദിവസം ഭഗവാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭഗവാന്റെ കൂടെ സ്വാമിയുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് US റാവു സാറ്. MBAയുടെ ഹെഡാണ് അദ്ദേഹം. ഭഗവാന്റെ കൂടെ കാറിൽ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പവർ ഓഫ് നൗ. ഈ നിമിഷത്തിന്റെ പ്രാധാന്യം, ഈ സമയത്തിന്റെ നൗ, ഈ നിമിഷത്തിന്റെ പ്രാധാന്യം. അദ്ദേഹം ആ പുസ്തകം സ്വാമിയെ കാണിച്ചു കൊടുത്തു. സ്വാമി ആ ബുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ക്യാപ്ഷനൊക്കെ നോക്കിയിട്ട് ബുക്കിന്റെ പേരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, യെസ് ഹീസ് റൈറ്റ്. അവൻ പറഞ്ഞു ശരിയാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾ ഓരോ പ്രസന്റിൽ നിങ്ങൾ ജീവിക്കണം. പാസ്റ്റിലേക്ക് പോകരുത്, ഫ്യൂച്ചറിലും ചിന്തിക്കേണ്ട, പ്രസന്റിൽ നിങ്ങൾ ജീവിക്കണം. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ഒഴിച്ച് ഒരേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാം. ഒരേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. പ്രൊഫസർ, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രൊഫസറെ ചോദിക്കുകയാണ്, സ്വാമി ഏതാണ് സ്വാമി ആ ഒരു കാര്യം? ഞങ്ങൾക്ക് പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ സ്വാമി അനുവാദം തന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ. ഭഗവാൻ പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങൾ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ, എൻ്റെ കൂടെ നിങ്ങൾ ചിലവഴിക്കുന്ന നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഴയതിലേക്ക് പോകാം, പഴയതിനെ കുറിച്ച് ചിന്തിക്കാം. വേറൊരു കാര്യത്തിലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. എൻ്റെ കൂടെ നിങ്ങൾ ചിലവഴിച്ച പുണ്യമുഹൂർത്തം ഉണ്ടല്ലോ, സമയങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കഥ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ ലൈഫില് വലിയ കാറുകളും വലിയ വീടുകളും വലിയ ബാങ്ക് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥശൂന്യത സ്വാമി പറയാറില്ലേ, പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷൂ പോലെ ആയിരിക്കണം. നമുക്കറിയാം നമ്മുടെ ഷൂ വലിപ്പം കൂടിയാൽ ഷൂ ഇടാൻ പറ്റില്ല, വലിപ്പം കുറഞ്ഞാലോ ഷൂ ഇടാൻ പറ്റില്ല. അതുപോലെ കൃത്യം സൈസ് ആയിരിക്കണം ഷൂ, അല്ലെങ്കിൽ ചെരുപ്പ് കൃത്യം സൈസ് ആയിരിക്കണം. അതുപോലെ ആവശ്യത്തിന് പൈസ, ആവശ്യം നടക്കാത്ത കുറയരുത്, ആവശ്യത്തിൽ കൂടുതൽ വേണ്ട സ്വാമി പറയാറുണ്ട്. 2 പിശുക്കന്മാരുടെ കഥയാണ് സ്വാമി പറഞ്ഞത്. ജ്യേഷ്ഠാനുജന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണിത്. 2 പേരും പിശുക്കനും അതിപിശുക്കനുമാണ്. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു ദിവസം കുറെ അകലെ ഇവരുടെ ഒരു ബന്ധു മരിച്ചു എന്നുള്ള മെസ്സേജ് അവർക്ക് മനസ്സിലായി. ബന്ധു മരിച്ചു എന്നുള്ള വിവരം അറിയാനാണ്. ഇപ്പൊ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോഴേ നടക്കാം, നാളെ കാലത്ത് അവിടെ എത്തില്ലോ, ഇപ്പൊ ബസ് കൂലി നമുക്ക് ലാഭിക്കാം. അനുജൻ പറഞ്ഞു, ശരി, ഞാൻ നാളെ കാലത്ത് വരാം, ബസ്സിൽ വരാം. അനുജൻ ഉറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ജ്യേഷ്ഠൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ അനുജൻ, എന്റെ ജ്യേഷ്ഠ വരാൻ കാരണം, അല്ല അവിടെ എത്തിയപ്പോഴേ എനിക്ക് തോന്നിയത് നീയ് വിളക്ക് കടത്താൻ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയം. എണ്ണ വെറുതെ ചെലവാവില്ല, അതുകൊണ്ട് ഒന്ന് ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ എണ്ണ ചെലവാവോ എന്ന് പേടിച്ചിട്ട് നീയ് വിളക്ക് കെടുത്താൻ മറന്നുപോയോ സംശയിച്ച് ഞാൻ തിരിച്ചു വന്നതാണ്. അനുജൻ അതിപിശുക്കനാണ്. അനുജൻ, ജ്യേഷ്ഠ ഇങ്ങനെ ഒരു വിഡ്ഢിയായി പോയല്ലോ. ജ്യേഷ്ഠ 2 മണിക്കൂർ അങ്ങടും ഇങ്ങടും നടന്നപ്പോൾ ജ്യേഷ്ഠന്റെ ചെരുപ്പ് എത്ര തേഞ്ഞു പോയി കാണും ചോദിക്കുകയാണ്. അപ്പൊ ജ്യേഷ്ഠൻ പറയാണ്, സ്വാമി തിരിച്ചുകൊണ്ട് പറഞ്ഞ കഥയാണത്. ജ്യേഷ്ഠൻ പറയാണ്, നീ എന്നെ പറ്റി അങ്ങനെയാ വിചാരിച്ചത്? ഞാൻ ഈ ചെരുപ്പ് ബാഗിലിട്ടിട്ടാണ് ഞാൻ തിരിച്ചു നടന്നത്. ഞാൻ ചെരുപ്പ് ഇട്ടില്ലായിരുന്നു, ചെരുപ്പ് ബാഗിലിട്ടിട്ട്. സ്വാമി അവസാനം എന്താ പറഞ്ഞു കഥയില്? അവസാനം ജ്യേഷ്ഠന്റെ അനുജനം മരിച്ചപ്പോ ഈ പിശുക്കി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുത്തു. കാരണം വേറെ ആരുമില്ല, ഗവൺമെന്റ് കൊണ്ടുപോയി. പൈസയുടെ പിന്നാലെയുള്ള പൈസക്കുള്ള ആർത്തി ആധ്യാത്മികതയില് നമുക്ക് ദോഷമായിട്ട് സംഭവിക്കുന്ന സ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭഗവാൻ പറയാണ്, അനുഗ്രഹിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്, അനുഗ്രഹിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്. പക്ഷെ നീ അത് മേടിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. വീണ്ടും ഭഗവാൻ സുന്ദരമായൊരു കഥ പറയുകയാണ്. ഒരു സെയിന്റ് മഹർഷിയാണ്. മഹർഷിക്കൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ദേഷ്യക്കാരനാണ്. ഈ മഹർഷി എപ്പോഴും ഈശ്വരനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലം ഞാൻ അത് നടന്നില്ല ഇത് നടന്നില്ല എന്നൊക്കെ ചീത്ത പറയും. ഈശ്വരനെ ദുഷിച്ചത് കൊണ്ട് അടുത്ത ജന്മ ഈ മഹർഷി ഒരു പന്നിയായിട്ട് ജനിക്കുകയാണ്. പന്നിയായിട്ട് ജനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു പന്നിയെ കല്യാണം കഴിച്ചു. നമുക്കറിയാം ധാരാളം കുട്ടികളുണ്ടാവും പന്നികൾക്ക്, ധാരാളം കുട്ടികളും ഉണ്ടായി. ഈശ്വരന് കുറച്ച് പ്രയാസമായി. ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു മഹർഷി ഈ പന്നിയായിട്ട് ചളിക്കുണ്ടിൽ കിടക്കണ കണ്ടപ്പോൾ ഈശ്വരന് കുറച്ച് പ്രയാസമായി. ഈശ്വരൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഈ പന്നീരെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, നിന്നെ ഞാൻ കൈലാസത്തിൽ കൊണ്ടുപോകാം, നിന്നെ ഞാൻ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പന്നി ആ സന്യാസിയോട് പറഞ്ഞു, ഇത്രേ, ഞാൻ എങ്ങോട്ടും വരില്ല, കാരണം ഇത് തന്നെയാണ് എൻ്റെ വൈകുണ്ഠം. ഈ ഭാര്യയോടും കുട്ടികളോടും കൂടി ഇങ്ങനെ ചളിയിൽ കിടക്കുന്നല്ലേ, ഇത് തന്നെയാണ് എൻ്റെ വൈകുണ്ഠം, ഇത് തന്നെയാണ് എൻ്റെ കൈലാസം. ഈ കഥ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, പലപ്പോഴും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോ പോലും അത് സ്വീകരിക്കാനുള്ള, അതാ മേടിക്കാനുള്ള പ്രാപ്തി ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവില്ല. അത്ര വേറൊന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എപ്പോഴും ഭഗവാന്റെ കയ്യിലിരിക്കുന്നതിൻ്റെ ഭാഗ്യം, പ്രാധാന്യം. സ്വാമി ഒരു ഫാമിലിയെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഒരു ദിവസം അവരുടെ മകൻ പുട്ടപർത്തിയിൽ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ഫാദറെ മദറെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും അവരുടെ കൂടെ പോവാം. ഇയാൾ പോയി അമ്മയുടെ അച്ഛൻ്റെ കൂടെ. ഇന്റർവ്യൂ റൂമിലെ സ്വാമി വാതിലൊക്കെ അടച്ച് സ്വാമി ഇരുന്നു, ഇവർ വരുന്നു.
സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് മോതിരം കിടക്കുന്ന കണ്ടു. പ്ലാസ്റ്റിക്. സ്വാമിയുടെ ഫോട്ടോ ഉണ്ട്. സ്വാമി മോതിരം നോക്കിയിട്ട് ചോദിച്ചു, ഇത് എവിടുന്ന് മേടിച്ചതാന്ന് ചോദിച്ചു. സ്റ്റുഡന്റ് പറഞ്ഞു, സ്വാമി ഞാനത് വൃന്ദാവൻ വൈറ്റ്ഫീൽഡ് മേടിച്ചതാണ്. എന്താ ഇതിന്റെ വില? അപ്പൊ സ്റ്റുഡന്റ് പറഞ്ഞു, സ്വാമി 2 രൂപയുള്ളൂ. സ്വാമി ചോദിച്ചു, സ്വാമിക്ക് അത്രേ വിലയുള്ളൂ? സ്വാമി ആ മോതിരം മേടിച്ച് 2-3 തവണ ഊതിയിട്ട് പഞ്ചലോഹ മോതിരാക്കി കൊടുത്തു. സ്വാമിയുടെ ഫോട്ടോ ഉള്ള പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയ മോതിരായിട്ട് ആ വിദ്യാർത്ഥിക്ക് തിരിച്ചു കൊടുത്തു. ഇവിടെ ഭഗവാൻ പറഞ്ഞൊരു വാചകമുണ്ട്. മോതിരം കൊടുക്കുന്ന സമയത്ത് സ്വാമിയെ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ജീവനില്ലാത്തൊരു സാധനത്തിനെ മിനിറ്റുകൾ കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ, ജീവനില്ലാത്തൊരു സാധനത്തിനെ മിനിറ്റുകൾ കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ, ജീവനുള്ള നിങ്ങളെ എനിക്ക് എത്ര ഉയർത്താൻ പറ്റും ചോദിക്കുകയാണ്. ജീവനുള്ള നിങ്ങളെ എല്ലാം എനിക്ക് എത്രയോ മേലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് വളരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. നമ്മൾ റെഡിയാണെങ്കിൽ ആധ്യാത്മികത ഏത് ഔന്നത്യത്തിലേക്ക് സ്വാമിക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. സ്വാമി കൊടൈക്കനാലിൽ വന്ന സമയം ഒരു വിദ്യാർത്ഥിയോട് സ്വാമി പറഞ്ഞു, പാടാൻ പറഞ്ഞു. ആ വിദ്യാർത്ഥി അതിസുന്ദരമായൊരു തെലുങ്ക് പദ്യമാണ് ചൊല്ലിയത്. ആ പദ്യം ചൊല്ലുന്ന സമയത്ത് ഭയങ്കര ഭക്തി വരുന്ന ഒരു പദ്യമാണ്. സ്വാമിയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമോഷണലായ വികാരാധീനനായ പോലെ തോന്നി. സ്വാമിയുടെ കണ്ണുനീര് എറ്റി വീഴാൻ തുടങ്ങി. അതിൻ്റെ ഒരു ലൈൻ ഇതാണ്: നിങ്ങളുടെ വീട്ടിലൊരു പ്രകാശം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ, ആ ലൈറ്റിനെ സദാ ശ്രദ്ധിക്കണം. കാരണം ആ ലൈറ്റത്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളത്. നമുക്ക് ഭഗവാനാകുന്ന ദിവ്യപ്രകാശം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് അത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വേറൊരു ലൈൻ ഇതായിരുന്നു: ഭഗവാൻ സ്വാമി വലിയൊരു പർവ്വതം പോലെ നമ്മുടെ പുറകിൽ നിൽക്കുകയാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. എന്തിനാണ് മനുഷ്യ നിങ്ങൾ വേവലാതിപ്പെടുന്നത്? ഇതാണ് വേറൊരു ലൈൻ ആ പദ്യത്തിന്റെ. സ്വാമി വലിയൊരു പർവ്വതം കടക്ക നമ്മുടെ പുറകിൽ നിൽക്കുകയാണ്, മനുഷ്യ വൈ ഫിയർ വെൻ സ്വാമി ഇസ് ദേർ എന്നുള്ള ചോദ്യം. സ്വാമി പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ഓർക്കണം, എനിക്കെല്ലാം അറിയാം എന്ന് ഓർക്കണം. വൈറ്റ്ഫീൽഡ് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് പുട്ടപർത്തിയിൽ വന്ന MBAക്ക് ചേർന്നു. ഇപ്പൊ പുട്ടപർത്തിയിലെ ഒരു പ്രത്യേക, ഇദ്ദേഹം ഭജൻ സിംഗറാണ്, വൈറ്റ്ഫീൽഡിൽ ഭജന പാടുന്ന ആളാണ്. പുട്ടപർത്തിയിലെ ഒരു പ്രത്യേകതയുണ്ട്, എത്ര പാടുന്ന ആളായാലും വേറൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പിന്നെ ജൂനിയർ മോസ്റ്റ് ആണ്. ആ ഭജൻ ടീമിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും പേര്. ഈ കുട്ടി ജൂനിയർ മോസ്റ്റ് ആയിട്ട് ചേർന്നു, ഏറ്റവും താഴെയാണ് പേര്. ഈ ജൂനിയർ മോസ്റ്റ് കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഗണപതി ഭജന വിർക്കാൻ കൊടുക്കുക, ഗണേശ് ഭജന വിർക്കാൻ കൊടുക്കുക. ഇവരാണ് ഭജന തുടങ്ങേണ്ടത്. പുതിയ ആദ്യമായിട്ട് ഭജന വന്ന കുട്ടികൾ, ലാസ്റ്റിൽ വരുന്ന കുട്ടികൾ. അതിനൊരു കാരണമുണ്ട്. അന്ന് ഭഗവാൻ ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ മിക്കവാറും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഗണപതി ഭജന കഴിഞ്ഞിട്ടേ സ്വാമി പുറത്തേക്ക് വരില്ലോ. അപ്പൊ ഈ കുട്ടിക്ക് ഗണപതി ഭജനയാണ്. ഒരു കൊല്ലം സ്വാമി ഫിസിക്കലായിട്ട് പ്രശാന്തിയിലെത്തി ഇന്റർവ്യൂ റൂമിൽ ഇരുന്നാൽ പോലും ഭജന പാടുമ്പോൾ സ്വാമി തന്റെ മുമ്പിൽ ഉണ്ടാവില്ല, ഫിസിക്കലായിട്ട് ഉണ്ടാവില്ല. ഭയങ്കര സങ്കടമായി. സ്വാമിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്വാമി ഒരു ദിവസമെങ്കിലും വന്ന് ഭജനയ്ക്ക് ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ വന്നില്ല. ഒരു കൊല്ലം ഭഗവാന്റെ ഫിസിക്കൽ പ്രസൻസ് കാണാതെ ഭജന പാടേണ്ടി വന്നു. ആ തവണ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ ഈ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അന്ന് കുട്ടികൾ വരാൻ വൈകി, രാത്രി 10 മണിയായി. സ്വാമി ഏതാണ്ട് 7:30 കാറിലെത്തി കൊടൈക്കനാലില്ല. 10 മണിയായി, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ 10 മണിയായി. കുട്ടികൾ ബസ്സിൽ വന്നപ്പോൾ സ്വാമി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും വിരിക്കാനുള്ള കമ്പിളി, പുതയ്ക്കാനുള്ള കമ്പിളിയൊക്കെ സ്വാമി എന്നെ എടുത്തു കൊടുത്തു. ഈ വിദ്യാർത്ഥിയെ കണ്ടപ്പോ സ്വാമി പറഞ്ഞു, ഗണേഷ് ബോയ് എന്ന് വിളിച്ചു. ഗണേഷ് ബോയ്.
ഈ കുട്ടി വിചാരിച്ചത് താൻ പാടുന്ന ഗണപതി ഭജന ഇതുവരെ സ്വാമി കേട്ടില്ലല്ലോ എന്നാ വിചാരിച്ചത്. സ്വാമി പറയാണ്, ഗണേഷ് ബോയ്, നീ ഗണപതി ഭജനയാ പാടുന്നതെന്ന് എനിക്കറിയാമെന്ന് സ്വാമി കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം സ്വാമിക്ക് സർവ്വതും അറിയാമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കണം. സ്വാമിയുടെ മുമ്പിൽ ഒരു ദിവസം ചർച്ചയുണ്ടായിരുന്നു. നല്ലത് ചെയ്യുന്നതിനാണോ പ്രാധാന്യം, നല്ലവനാകുന്നതിനാണോ പ്രാധാന്യം? ടു ബി ഗുഡ്, ടു ഡു ഗുഡ്, ഇതിലേതാണ് പ്രാധാന്യം? നല്ലവനാകുന്നതിനാണോ പ്രാധാന്യം, നല്ലത് ചെയ്യുന്നതിനാണോ പ്രാധാന്യം? അവസാനം സ്വാമി തന്നെ തീർപ്പ് കൽപ്പിച്ചു, നല്ലവനാകുന്നതിനാണ് പ്രാധാന്യം. കാരണം നീ നല്ലവനായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. നീ നല്ലവനായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. നല്ലത് ചെയ്യുന്ന ഒരാൾ ഇന്ന് ചെയ്താൽ നാളെ ഒരു പക്ഷെ ചീത്ത ചെയ്തുകൂടാന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, നമ്മളോട് പറയാണ്, എപ്പോഴും നല്ലവൻ. അതുകൊണ്ടാണ് സ്വാമി ബി ഗുഡ് എന്ന് പറയുന്നത്. ബി ഗുഡ്, സീ ഗുഡ്, ഡു ഗുഡ്. ബി ഗുഡ് ആണ് ആദ്യം നല്ലവനായിരിക്കുക. ഇതിനാണത്രേ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചോയ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇത് അല്ലെങ്കിൽ അതൊരു ചോയ്സ് ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഓറിട്ട് തരുന്ന പോലെ ഒരു ചോയ്സ് എന്താ അറിയോ? വീണ്ടും കിടക്കയിൽ കിടന്ന് വീണ്ടും നമുക്ക് സ്വപ്നം കാണാം. ഒരു ചോയ്സ് അതാണ്. 2, എഴുന്നേറ്റ് എൻ്റെ സ്വപ്നങ്ങളുണ്ടോ, ജീവിതത്തിനെ കുറിച്ച് എൻ്റെ സ്വാമിയെ കിട്ടുക എന്നൊക്കെയുള്ള സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നത്തിന്റെ പിറകെ എനിക്ക് പോകാം. എഴുന്നേറ്റിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാം. എനിക്ക് ഉറങ്ങാനുള്ള ചോയ്സും ഉണ്ട്, അവിടെ കിടന്ന് സ്വപ്നം കാണാനുള്ള ചോയ്സും ഉണ്ട്, എൻ്റെ സ്വപ്നങ്ങൾ നേടാനുള്ള, സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാനുള്ള ചോയ്സും ഉണ്ട്. ഇതിലേത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ എത്രത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ അടയാളവും. ഭഗവാൻ നമ്മളെ എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. സ്വാമിയും സ്വാമിയുടെ വാക്കുകളും തമ്മിൽ യാതൊരു വ്യത്യാസവും. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്വാമി ആൻഡ് ഹിസ് വേർഡ്സ്. സ്വാമി പറഞ്ഞു തന്ന കാര്യങ്ങളും സ്വാമി തമ്മിൽ യാതൊരു വ്യത്യാസവും. ഭഗവാന്റെ ഫിസിക്കൽ പ്രസൻസ് ഉള്ളപ്പോൾ നമുക്കറിയാം, കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ, പഠിച്ചൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പുട്ടപർത്തിയിൽ ഇങ്ങനെ വെറുതെ താമസിക്കും. അവർ വെയിറ്റിംഗ് ബോയ്സ്. എന്തെങ്കിലും സ്വാമി ജോലി കൊടുക്കണം. പുട്ടപർത്തിയിൽ നിന്ന് പോകാൻ അവർ റെഡിയല്ല. സ്വാമിയുടെ ആശ്രമത്തിൽ എന്തെങ്കിലും ചെറിയ ജോലി കിട്ടുമെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ബോയ്സ് എന്നാണ് അവരെ വിളിക്കുക. ഒരു ദിവസം ഭഗവാൻ കാലത്തെ ദർശനം കഴിഞ്ഞ് ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തു വന്നിട്ട് വിഭൂതി ബാഗ് കയ്യിലുണ്ട്. ഇവർക്കെല്ലാം വിഭൂതി കൊടുത്തിട്ട് സ്വാമി പറഞ്ഞു, എല്ലാവരും ഇന്ന് തിരിച്ചു പോകണം. ആരും പുട്ടപർത്തിയിൽ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തിരിച്ചു പോയിട്ട് ഓരോ സ്ഥലത്തും ജോലികൾ ഏറ്റെടുക്കണം. കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായി. ഒരു കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ സ്വാമി കൊടുത്ത വിഭൂതി ആ ബാഗിലേക്ക് തിരിച്ചിട്ടു. തിരിച്ചിടാനുള്ള കാരണം ഞാൻ പോവാൻ റെഡിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. സ്വാമി ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, സ്വാമി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഭഗവാനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്, ഭഗവാനോടുള്ള ബഹുമാനം കാണിക്കാതിരിക്കലാണ് അത്. എന്നിട്ടാണ് സ്വാമി പറഞ്ഞത്, സ്വാമിയും സ്വാമി പറയുന്ന വാക്കുകളും തമ്മിൽ യാതൊരു വ്യത്യാസവും. ഭഗവാനും ഭഗവാന്റെ കമാൻഡ്സും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഭഗവാൻ അന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷെ പലർക്കും പറ്റുന്ന ഒരു തെറ്റ് സ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരിക്കൽ ഭഗവാന്റെ വിദ്യാർത്ഥികളെ ഗ്രാമസേവയ്ക്ക് പോയി. ഗ്രാമസേവ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അവരെല്ലാവരും വൈകുന്നേരത്തെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കണം. നന്നായിട്ട് കഠിനമായിട്ട് ജോലി ചെയ്തു അവര്. അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, സ്വാമി ഇപ്പം അടുത്ത് വരും, സ്വാമി സംസാരിക്കും, പാദനമസ്കാരം തരുന്നൊക്കെയുള്ള ചിന്തയുണ്ട്. അവരങ്ങനെ ഈ ചിന്തയോടുകൂടിയാണ് അവർ ഇരിക്കുന്നത്. സ്വാമി ദർശനത്തിൽ വന്നു. ഈ സ്റ്റുഡൻസിന്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. സ്വാമിക്ക് വേണ്ടി വലിയ ജോലി ചെയ്തു, ഗ്രാമീണർക്ക് വേണ്ടി വലിയ ജോലി ചെയ്തു എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്? സ്വാമി പറഞ്ഞു, തെറ്റ്. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്തത്
നിങ്ങൾക്ക് വേണ്ടിയാണ്, സ്വാമിക്ക് വേണ്ടിയോ വില്ലേജിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നിങ്ങളൊരു സേവനം ചെയ്യുമ്പോൾ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങളൊരു സേവനം ചെയ്യുമ്പോൾ അനുഗ്രഹമായിട്ട്, സ്വാമിയുടെ അനുഗ്രഹമായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് നിങ്ങളാണ്, സ്വാമിയോ ഗ്രാമത്തിലെ ആൾക്കാരോ അല്ല. കാരണം നിങ്ങളൊരു സേവനം ചെയ്യുമ്പോൾ അനുഗ്രഹമായിട്ട് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. 3 ചോദ്യങ്ങൾ സ്വാമി നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. സ്വാമിയിലേക്കുള്ള യാത്രയിലെ സായി പാത്തില് 3 ചോദ്യങ്ങൾ. എവിടെ നിന്നാണ് നമ്മൾ വന്നത്? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇപ്പൊ നമ്മൾ എവിടെയാണ്? 3 പ്രസക്തമായ ചോദ്യങ്ങൾ. എവിടെ നിന്നാണ് നമ്മൾ വന്നത്? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മളിപ്പോ എവിടം വരെ എത്തി? നേരത്തെ പറഞ്ഞ പോയിട്ട് എവിടം വരെ എത്തി? ഈ 3 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒരു സാധകന്റെ മനസ്സിലുണ്ടാവണമെന്ന് ഭഗവാൻ നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. എവിടുന്നാണ് ഞാൻ വന്നതെന്ന് മറക്കരുത്. എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന് മറക്കരുത്. ഇപ്പോൾ ഞാൻ എവിടെയാണെന്ന് മറക്കരുത്. ഭഗവാൻ ഈ 3 ചോദ്യങ്ങൾ നമുക്ക് വളരെ വളരെ പ്രസക്താണ്. ഒരു ദിവ്യ പ്രഭാഷണത്തിൽ ഭഗവാൻ പറഞ്ഞു, എന്താണ്, അതോട് നമുക്ക് ഇന്നത്തെ സത്സംഗം സ്വാമിയുടെ തൃപ്പാദത്തിൽ വെക്കാം. എന്താണ് സ്വാമിക്ക് കൊടുക്കേണ്ടത്? ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, സ്വാമി പറയാണ്, പത്രം പുഷ്പം ഫലം തോയം, പത്രം പുഷ്പം ഫലം തോയം. ഇല, വെള്ളം, പുഷ്പം. ഭഗവാൻ പറഞ്ഞു, എന്താ അതിൻ്റെ അർത്ഥം? പത്രം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരമാണ്. നിന്റെ ഈ ശരീരം പോലും എൻ്റെ ഭഗവാന്റേതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, ശരീരം എൻ്റേതല്ല, എൻ്റെ സ്വാമിയുടെ ജോലി ചെയ്യാൻ വേണ്ടി സ്വാമി അനുഗ്രഹിച്ച് തന്നതാണ് എൻ്റെ ഈ ശരീരം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, പത്രം ഞാൻ സ്വാമിക്ക് കൊടുക്കുകയാണ്. പത്രം കൊടുത്തിന് ഭഗവാൻ പറയാണ്, പത്രം പുഷ്പം. പുഷ്പം എൻ്റെ ഫീലിങ്സ് ആണ്. ഭഗവാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഫീലിങ്സ് ആണ് എൻ്റെ സ്വാമി, എൻ്റെ ഭഗവാൻ. നല്ല മറ്റുള്ള വയനാടിനെ കുറിച്ച് കേൾക്കണ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടാവുന്ന വേദന, പെയിൻഫുൾ ഫീലിംഗ്. വേറെ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഹാപ്പി ഫീലിംഗ്. ഇതെല്ലാമാണ് സ്വാമിക്ക് കൊടുക്കേണ്ടത്. സദ്ഭാവങ്ങള്, പുഷ്പങ്ങൾ, അതാണ് അത്രേ പുഷ്പങ്ങൾ. 8 പുഷ്പങ്ങൾ നമ്മൾ പറയാറില്ലേ. ഫലം, ഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സാണ് കൊടുക്കേണ്ടത്. എങ്ങനെ മനസ്സ് കൊടുക്കുക? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ചിന്തകൾ സ്വാമിയെ കുറിച്ച് മാത്രമാകുമ്പോൾ, മനസ്സ് പറഞ്ഞ ചിന്തകളാണ്, ചിന്തകൾ ഭഗവാനെ കുറിച്ച് മാത്രമാകുമ്പോൾ എൻ്റെ മനസ്സ് ഞാൻ സ്വാമിക്ക് കൊടുക്കുകയാണ്. തോയും വെള്ളമാണ്. എന്താ വെള്ളം? എൻ്റെ ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ ഒഴുകുന്ന ആ ആനന്ദ ബാഷ്പം ഉണ്ടല്ലോ, എൻ്റെ സ്വാമിയെ നോക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന ആനന്ദ ബാഷ്പം, ഇതാണ് സ്വാമിക്ക് കൊടുക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ഇല കൊടുത്താൽ പോരെ, വെള്ളം കൊടുത്താൽ പോരെ എന്നൊക്കെ വിചാരിക്കും. അല്ല, പത്രം, ഫലം, പുഷ്പം, ഇതെല്ലാം സ്വാമി ഈ രീതിയിലാണ് അത്രയും ഭഗവാന് കൊടുക്കേണ്ടത്. ആ രീതിയിൽ കൊടുക്കുമ്പോഴാണ് ഭഗവാന് സന്തോഷാവുന്നത്. ആ രീതിയിൽ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ യാത്ര സഫലമാകുന്നത്. ആ രീതിയിൽ കൊടുക്കാൻ, ആ രീതിയിൽ എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഓരോ കാര്യവും പ്രാർത്ഥനയോടെ സ്വാമിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.